ശരി, നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. NTPC ഗ്രീൻ എനർജി ലിമിറ്റഡ് തങ്ങളുടെ ബോർഡ് റൂമിലെ തന്ത്രങ്ങളെ 2026-ൽ എങ്ങനെയാണ് ഇത്രയും വലിയൊരു സാമ്പത്തിക വളർച്ചയാക്കി മാറ്റിയത് എന്നാണ് നമ്മളിന്ന് ഈ അനാലിസിസിലൂടെ നോക്കാൻ പോകുന്നത്. ഇത് ശരിക്കും നിങ്ങളെ അത്ഭുതപ്പെടുത്തും, തീർച്ച. വെറുതെ കുറച്ച് ഊഹങ്ങൾ പറയുകയല്ല കേട്ടോ. 2026 മെയ് 22-ലെ അവരുടെ ബോർഡ് മീറ്റിംഗിന് ശേഷം പുറത്തിറക്കിയ ഈ 31 പേജുള്ള ഔദ്യോഗിക ഫിനാൻഷ്യൽ റിപ്പോർട്ടാണ് നമ്മുടെ ഈ വിശകലനത്തിന്റെ അടിസ്ഥാനം. കൃത്യമായ ഡാറ്റ വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ വലിയ റിപ്പോർട്ടിനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി 5 ഭാഗങ്ങളായി തിരിക്കാം. അവരുടെ തന്ത്രപരമായ തീരുമാനങ്ങൾ, വരുമാനത്തിലെ കുതിപ്പ്, ബാലൻസ് ഷീറ്റ്, പണമൊഴുക്ക് അഥവാ ക്യാഷ് ഫ്ലോ, പിന്നെ അവരുടെ ഭാവി പരിപാടികൾ. അപ്പോൾ ഒന്നാമത്തെ കാര്യത്തിലേക്ക് വരാം. തന്ത്രപരമായ തീരുമാനങ്ങളും നീക്കങ്ങളും. കമ്പനിയുടെ ഈ കുതിപ്പിന് തുടക്കമിട്ട ബോർഡ് റൂം തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കൂ, ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്നാൽ, കഴിഞ്ഞ വർഷത്തെ വിജയങ്ങൾക്കും സാമ്പത്തിക ഫലങ്ങൾക്കും അംഗീകാരം നൽകുന്നതിനൊപ്പം തന്നെ അവർ ഭാവിയിലേക്കുള്ള വമ്പൻ തന്ത്രങ്ങളും അവിടെ മെനയുന്നുണ്ട്. 5000 കോടി രൂപ സമാഹരിക്കാനുള്ള തീരുമാനവും പിന്നെ കൺട്രോൾലെസ് ഡേറ്റാ സെന്റേഴ്സുമായി ചേർന്നുള്ള പുതിയ ജോയിന്റ് വെഞ്ചറും ഇതിന്റെ ഭാഗമാണ്. വളർച്ചയ്ക്ക് വേണ്ടിയുള്ള അവരുടെ ഒരു ഡബിൾ സ്ട്രാറ്റജിയാണിത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു വശത്ത് ബോണ്ടുകൾ വഴി 5000 കോടിയുടെ വലിയ ഫണ്ട് റേസ് ചെയ്യാൻ അവർ പദ്ധതിയിടുന്നു. മറുവശത്ത് ലോക്കൽ പ്രോജക്റ്റുകൾക്കായി കൺട്രോളേഴ്സുമായി തന്ത്രപ്രധാനമായ ഒരു ജോയിന്റ് വെഞ്ചറും ഉണ്ടാക്കുന്നു. എത്ര കൃത്യമായ ബാലൻസിംഗ് ആണെന്ന് നോക്കൂ. ഇനി രണ്ടാമത്തെ ഭാഗം, വരുമാനത്തിലെയും ലാഭത്തിലെയും കുതിപ്പ്. ഇത് ശരിക്കും അവരുടെ സ്കോർ ബോർഡ് നോക്കുന്നത് പോലെയാണ്. ഈ കണക്കുകൾ കണ്ടാൽ ആരും ഒന്ന് ഞെട്ടും. കൺസോളിഡേറ്റഡ് മൊത്തം വരുമാനം കഴിഞ്ഞ വർഷത്തെ വെറും 751 കോടിയിൽ നിന്ന് ഈ വർഷം 3035 കോടി രൂപയായാണ് കുതിച്ചുയർന്നിരിക്കുന്നത്. അതായത് ഒറ്റ വർഷം കൊണ്ട് ഏതാണ്ട് 4 ഇരട്ടി വളർച്ച. വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ? ഇനി അവരുടെ സ്റ്റാൻഡ് അലോൺ കണക്കുകൾ മാത്രമായിട്ടൊന്ന് നോക്കിയാലോ. 250 കോടിയിൽ നിന്ന് നേരെ 2273 കോടിക്ക് മുകളിലേക്കാണ് ആ ഗ്രാഫ് കയറിയിരിക്കുന്നത്. ഏകദേശം 9 ഇരട്ടി വളർച്ച. പുതിയ പ്രോജക്റ്റുകൾ പണി പൂർത്തിയായി വരുമാനമുണ്ടാക്കി തുടങ്ങി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. അപ്പോ വരുമാനം മാത്രം പോരല്ലോ, ലാഭം വേണ്ടേ? ഈ വരുമാന വളർച്ചയെല്ലാം കൂടി ഒടുവിൽ 521.31 കോടി രൂപയുടെ മികച്ച ഒരു അറ്റാദായമായി, അതായത് നെറ്റ് പ്രോഫിറ്റായി മാറിയിട്ടുണ്ട്. ഇത്ര വേഗത്തിൽ വികസിക്കുമ്പോഴും അവർ വളരെ മികച്ച രീതിയിൽ ലാഭമുണ്ടാക്കുന്നുണ്ട് എന്നതാണ് ഇതിലെ വലിയൊരു ഹൈലൈറ്റ്. അടുത്തതായി നമ്മൾ മൂന്നാമത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ്, ശക്തമായ ബാലൻസ് ഷീറ്റ്. ഈ വലിയ വരുമാനത്തിന് അടിസ്ഥാനമായ ആസ്തികളും ബാധ്യതകളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. NTPC ഗ്രീൻ എനർജിയുടെ സ്റ്റാൻഡ് അലോൺ മൊത്തം ആസ്തികൾ ഇപ്പോൾ 31,592 കോടി രൂപയ്ക്ക് മുകളിലാണ്. ഈ ഗ്രീൻ എനർജി സെക്ടർ എന്ന് പറയുന്നത് എത്രത്തോളം വലിയ മൂലധനം ആവശ്യമുള്ള ഒരു മേഖലയാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒറ്റ കണക്ക് മാത്രം മതിയാകും. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇതിന്റെ ഘടനയാണ് കേട്ടോ. നോക്കൂ, അവരുടെ ഈ വലിയ സമ്പത്തിന്റെ ഏതാണ്ട് മുഴുവൻ ഭാഗവും തന്നെ ദീർഘകാലത്തേക്ക് വേണ്ടി നോൺ കറന്റ് ആസ്തികളായാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നത്. ആ നോൺ കറന്റ് ആസ്തികളെ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാൽ നമുക്കൊരു കാര്യം വ്യക്തമാകും. അടിസ്ഥാന സൗകര്യങ്ങൾക്കും പിന്നെ മറ്റ് സബ്സിഡിയറികളിലുമുള്ള ഇക്വിറ്റി നിക്ഷേപങ്ങൾക്കും ഇടയിൽ ഏകദേശം പകുതിക്ക് പകുതി എന്ന രീതിയിലാണ് ഈ തുക വിഭജിച്ചിരിക്കുന്നത്. വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഡിസ്ട്രിബ്യൂഷൻ. ഇത്രയും വലിയ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ തീർച്ചയായും വലിയ തുകകൾ ഫണ്ട് ചെയ്യേണ്ടി വരും. അതിനായി അവർ കടമെടുക്കുന്നുമുണ്ട്. പക്ഷെ വളരെ കൃത്യമായ പ്ലാനിങ്ങോടെയാണത് ചെയ്യുന്നത്. പെട്ടെന്ന് തിരിച്ചടയ്ക്കേണ്ട ഹ്രസ്വകാല വായ്പകൾക്ക് പകരം പ്രധാനമായും 8300 കോടിയുടെ ദീർഘകാല വായ്പകളെയാണവർ ആശ്രയിക്കുന്നത്. ഇതവർക്ക് വലിയൊരു സാമ്പത്തിക സുരക്ഷിതത്വമാണ് നൽകുന്നത്. ഇനി നാലാമത്തെ ഭാഗം, ക്യാഷ് ഫ്ലോ ഹൈലൈറ്റുകൾ അഥവാ പണമൊഴുക്ക്. ഒരു കമ്പനിയുടെ ജീവവായു തന്നെ ഇതാണല്ലോ. കഴിഞ്ഞ ഒരു വർഷം കമ്പനിയിൽ പണം എങ്ങനെയാണ് വന്നതെന്നും പോയതെന്നും നോക്കാം. അവർക്ക് ഓപ്പറേറ്റിംഗ് ലാഭമായി കിട്ടിയ 1602 കോടി രൂപ അവർ ഉടനടി പുതിയ നിക്ഷേപങ്ങളിലേക്ക് തന്നെ തിരിച്ചുവിടുകയാണ് ചെയ്തത്. ഒപ്പം ഫിനാൻസിംഗ് വഴി ഒരു 236 കോടി രൂപ കൂടി നേടിയിട്ടുണ്ട്. ഈ പണമൊഴുക്ക് വളരെ കൃത്യമായി അവർ മാനേജ് ചെയ്യുന്നുണ്ട്. നിക്ഷേപങ്ങളുടെ കാര്യം പറയുമ്പോൾ ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്നറിയാമോ? ഭാവി മുന്നിൽ കണ്ട് തങ്ങളുടെ സബ്സിഡിയറി കമ്പനികളിലേക്കും ജോയിന്റ് വെഞ്ചറുകളിലേക്കുമായി മാത്രം അവർ 3916 കോടി രൂപയാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭാവിയിലെ വമ്പൻ വിളവെടുപ്പിനായി അവർ ഇപ്പോൾ തന്നെ വിത്തുകൾ പാകുകയാണ്.
ഇനി നമ്മുടെ അവസാനത്തെ ഭാഗത്തേക്ക് വരാം, ഭാവി പരിപാടികൾ. നമ്മൾ ആദ്യം സംസാരിച്ച ആ തന്ത്രങ്ങളെല്ലാം ഭാവിയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. ഈ റിപ്പോർട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കുറിപ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അവരുടെ കൈവശമുണ്ടായിരുന്ന 10,000 കോടി രൂപയുടെ വമ്പൻ IPO ഫണ്ട് 2025 സെപ്റ്റംബറോടെ പൂർണ്ണമായും ഉപയോഗിച്ചു കഴിഞ്ഞു എന്ന് കമ്പനി ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഇത്രയും നേരം കണ്ട ആ വലിയ സാമ്പത്തിക കുതിപ്പിന് പിന്നിലെ പ്രധാന ഇന്ധനം ഈ ഒരൊറ്റ നീക്കമായിരുന്നു. അപ്പോ ഒന്ന് ആലോചിച്ചു നോക്കൂ, പഴയ IPO ഫണ്ടുകൾ മുഴുവൻ അവർ എഫക്റ്റീവായി ഉപയോഗിച്ചു കഴിഞ്ഞു. ഇനി പുതിയതായി അവർക്ക് കിട്ടിയ 5,000 കോടി രൂപയുടെ വായ്പാ പരിധിയും കൺട്രോൾ എസുമായുള്ള പുതിയ പാർട്ട്ണർഷിപ്പും വെച്ച് അവർ മുന്നോട്ടു പോകുമ്പോൾ വളർച്ചയുടെ അടുത്ത ഘട്ടം എത്രത്തോളം വലുതായിരിക്കും? നമ്മളിപ്പോൾ കണ്ടത് ഈ ഗ്രാഫിന്റെ ഒരു തുടക്കം മാത്രമാണ്. വരും നാളുകളിൽ ഈ ഗ്രീൻ എനർജി ഭീമൻ എന്ത് അത്ഭുതമാകും സൃഷ്ടിക്കുക എന്നറിയാൻ നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം.